ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസൈനേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ കടലക്ക ഉത്സവത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, അതായത് നിലക്കടല ഉത്സവം. അതായത് ബാംഗ്ലൂർ ബുൾ ടെമ്പിൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഈ കടലക്ക ഉത്സവത്തിനെ പറ്റി ആരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാ വർഷവും ബാംഗ്ലൂർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കറിയാം. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉത്സവത്തിന് അങ്ങനെ തിരക്കുണ്ടോ, ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ കടലക്ക ഉത്സവം നടക്കുന്ന സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും തിരക്ക് ഇത്രയുണ്ട് എന്ന്. ഫുള്ള് നല്ല തിരക്കാണ്. അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് മൊത്തം നല്ല ഇതായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുതന്നെ റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ഈ കർഷകർ അവരുടെ കടലക്കകൾ, അതായത് നല്ല കടല വിൽക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത്. അതിൽ മുകൾ ഭാഗം മൊത്തം നല്ല ലൈറ്റ്സൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഉത്സവത്തിനോടനുബന്ധിച്ച് മറ്റ് സ്റ്റാളുകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് സ്റ്റേഷനറി ഐറ്റംസ്, ടോയ്സ്, അതുപോലെ തന്നെ ഫുഡ്, അങ്ങനെയുള്ള പല സ്റ്റാളുകളും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം. നല്ല ചൂട് കടലയാണ്, അതായത് പുഴുങ്ങിയ ചൂട് കടലയാണിത്. അപ്പോൾ ഇത് കുറച്ച് വാങ്ങിയിട്ട് കുറച്ചുകൊണ്ട് പോകാനും അതുപോലെ തന്നെ ഈ ഉത്സവത്തിൻ്റെ കാഴ്ചകൾ കാണാനും നല്ല രസമായിരിക്കും. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഇത് വാങ്ങിക്കുന്നുണ്ട് ഇവിടുന്ന്. ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു പാർക്ക് നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ചെറിയൊരു എൻജോയ്മെൻറ്റും കൂടിയാണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉത്സവത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകുന്നത്. നല്ല തിരക്കാണ്, അതുകൊണ്ട് തന്നെ മുന്നിലുള്ളവർ പോകുന്നതിന് കണക്കായിട്ട് നമുക്കും പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ കൂട്ടത്തോടെ ഇങ്ങനെ മയിൽപ്പീലൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇത് തന്നെയാണ്, എല്ലാവരും ഒന്ന് നോക്കി പോകും. പിന്നെ ഇവിടെ ഒരു ബൊമ്മ കാണാം. അപ്പം നിലക്കടല ഉത്സവത്തിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്നവരും അതുപോലെ തന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവർക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് തുടങ്ങിയെന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ബംഗളൂരു നഗരം ഇന്നത്തെ രീതിയിലേക്ക് വളരുന്നതിന് മുന്നേ ബസവനഗുഡി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ അവിടെ താമസിച്ചിരുന്ന കർഷകർ കൂടുതലായിട്ടും നിലക്കടല കൃഷിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നല്ല ഗുണമേന്മയുള്ള നിലക്കടലയും അതുപോലെ തന്നെ വ്യത്യസ്തതരമായ നിലക്കടലയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ കൃഷിയൊക്കെ ചെയ്തു. വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന സമയത്ത് ഒരു കാള വന്നിട്ട് ആ വിളവ് നശിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ബസവ അല്ലെങ്കിൽ നന്ദി, അപ്പം നന്ദിയോട് പ്രാർത്ഥിക്കരുത്. അതായത് അവരുടെ ആദ്യത്തെ വിളവ് നന്ദി ഭഗവാന് നൽകി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി തുടർന്ന് അങ്ങോട്ടേക്ക് ഇത്തരത്തിലൊരു കാളയുടെ ഉപദ്രവം അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ വിശ്വസിച്ച് കർഷകരെന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ എല്ലാ വർഷവും അവർ ഇതേപോലെ നന്ദികേശനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് നല്ല വിളവ് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 16-ാം നൂറ്റാണ്ടിൽ കെമ്പഗൗഡ ഒരു നന്ദികേശൻ്റെ അതല്ലെങ്കിൽ ബസവയുടെ ഒരു വിഗ്രഹം കണ്ടെത്തുകയും അങ്ങനെ ആ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ച് ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്ഥലം ബസവനഗുഡി എന്നും അല്ലെങ്കിൽ ബിഗ് ബുൾ ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ ഇതൊരു ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് നടക്കുന്നുള്ളതാണ്. അതായത് എല്ലാ വർഷവും കാർത്തിക മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ചയാണ് ഈ ഒരു ഉത്സവം നടക്കുന്നത്. ഈ ഒരു ഉത്സവത്തിന് വന്നാൽ നമുക്ക് വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പൈസക്ക് കടല വാങ്ങിക്കുക എന്നുള്ളതാണ്. അതായത് കർഷകർ നേരിട്ടിട്ടാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഗുണമുള്ള സാധനങ്ങളും നേരിട്ട് അവരിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് ചെറിയ പൈസക്കും നമുക്ക്, അതായത് മാർക്കറ്റ് വിലയേക്കാളും ചെറിയ പൈസക്ക് നമുക്ക് സാധനം കിട്ടുകയും ചെയ്യും. പേരയ്ക്കും മാങ്ങയും അതുപോലെ തന്നെ ബത്തക്കൊക്കെ അരിഞ്ഞിട്ട് ചെറിയ ചെറിയ കപ്പിലാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് അതിൽ മേടിച്ച് തിന്നാം. അത് കഴിഞ്ഞിട്ട് എത്തുന്നത് ഒരു ഭരണി വിൽക്കുന്നൊരു സ്റ്റാളിലാണ്. ഇവിടെ പലതരത്തിലുള്ള ഭരണി ഉണ്ട്, നോർമലുണ്ട്, അതുപോലെ തന്നെ പല ഡിസൈനൊക്കെയുള്ള വ്യത്യസ്ത അളവിലുള്ള സൈസിലുള്ള ഭരണി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവർ ഈ കടല, അതായത് നിലക്കടല കൊടുക്കുന്നത് തൂക്കത്തിനല്ല, അതായത് 1 കിലോ 1/2 കിലോ ആ രീതിയിലല്ല ഇവർ ഇത് കൊടുക്കുന്നത്, സേറ് കണക്കിനാണ്. അതായത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന കാസേറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് പുതുതലമുറക്കൊന്നും അറിയായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള അളവിലാണ് ഇത് ഇവർ വിൽപ്പന ചെയ്യുന്നത്. അതായത് 3 സേറിന് 100 രൂപ അങ്ങനെയൊക്കെയാണ് ഇവരിവിടെ വിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ കടലയൊക്കെ വാങ്ങുമ്പോൾ 25 പൈസക്കൊക്കെ കടലയൊക്കെ വാങ്ങുമ്പോൾ അവർ അതെങ്ങനെ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ചെറിയ കുപ്പീൻ്റെ മൂടിയിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയാതെ അത് അത്ര പരിചയം ഉണ്ടാവില്ല. കുറച്ച് പഴയ കാലങ്ങളിലുള്ളവർക്കാണ് ഈ 25 പൈസ, അതെല്ലാം ഉപയോഗിച്ചിട്ടുള്ളവർക്ക് 50 പൈസ 25 പൈസയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് കുറച്ചും കൂടി അത് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ കാലത്തൊക്കെ അവർ ഈ കടലയൊക്കെ അളന്ന് തന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ചെറിയ കുപ്പീൻ്റെയൊക്കെ മൂടിയിലാണ്. അപ്പോൾ ആ ഓർമ്മകളിലൊക്കെ ഒന്ന് പോയി വരാൻ കഴിഞ്ഞു ഇത് കണ്ടപ്പോൾ. നല്ല ലൈവിൽ ചുട്ടെടുത്ത ചൂട് കപ്പ ചിപ്സാണ്, കടിച്ചു മുറിച്ചിട്ട് നമുക്ക് ഉത്സവം കാണാം. അതുപോലെ തന്നെ ഇത് എന്ന് വെച്ചാൽ പുഴുങ്ങിയ കടല, അതിൽ എന്തെല്ലോ മസാലകൾ ചേർത്തിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള മറ്റു സ്റ്റാളുകളും ഇതിലുണ്ട്. ഇതിപ്പം നമ്മൾ കാണുന്നത് ഓട്ടുപാത്രങ്ങളാണ്, ഓട്ടുപാത്രങ്ങളും ഓടുവിനെ കൊണ്ടുള്ള വിഗ്രഹങ്ങളൊക്കെയാണ്. ഇതിപ്പം കാണുന്നത് നേരത്തെ നമ്മൾ കണ്ട അതേ സംഭവമാണ്. അതായത് കടല, പുഴുങ്ങിയ കടലയിൽ പലതരത്തിലുള്ള മസാല ഇട്ടിട്ട് തരുന്നതാണ്. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുളിയെന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. പിന്നെ പുളി നേരിട്ട് കണ്ടാലുള്ള അനുഭവം വന്നായിരിക്കും. നല്ല പച്ചപ്പുളിയും അതുപോലെ തന്നെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, നെല്ലിക്കൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് പ്ലാസ്റ്റിക് കവറിലല്ല, നല്ല പേപ്പർ കവറുകളിലാണ്. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയ തുണിസഞ്ചിയിലോ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി, പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്തത്. അല്ലെങ്കിൽ എത്രമാത്രം വേസ്റ്റ് ഉണ്ടാവും നീ ഇവിടെ എന്നുള്ളത് ഈ ആൾത്തിരക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും കുറച്ച് വാങ്ങിയിട്ട് എന്തായാലും വീട്ടിലേക്ക് പോകുമല്ലോ. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ കഴിഞ്ഞത് വളരെ നല്ലൊരു തീരുമാനമായി. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് നല്ല സപ്പോർട്ടുണ്ട്. ഈ ഒരു വർഷം ഇവരെടുക്കുന്ന സ്റ്റാൾ വെക്കുന്നതിന് പ്രത്യേകിച്ച് പൈസയൊന്നും വാങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നിർദ്ദേശം ആയിരുന്നു ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും. ഈ 2 കാര്യങ്ങളും നന്നായിട്ട് തന്നെ തോന്നി. അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു സ്റ്റാളിൽ നിരവധി കീ ചെയിനുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ കുറേ ആൽഫബറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ നമ്മൾ ആവശ്യം, അതായത് പേര് എഴുതുകയോ അല്ലെങ്കിൽ വണ്ടി നമ്പർ എഴുതുകയോ വേണ്ടതെങ്കിൽ ആ കീ ചെയിനിലേക്ക് അവരത് ചെയ്തു തരും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. നമുക്ക് ഇഷ്ടപ്പെട്ട കീ ചെയിൻ തിരഞ്ഞെടുക്കാം, അതിൽ നല്ല പേരോ അല്ലെങ്കിൽ വണ്ടി നമ്പറോ ഒക്കെ കൊടുക്കാം. അതൊന്നും നല്ല കാര്യമായിട്ട് തോന്നി. നല്ല ആവി വറക്കുന്ന കടല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് കുറച്ച് പ്രതിമകളൊക്കെ വെക്കുന്നൊരു സ്റ്റാളിലേക്കാണ്. ബുദ്ധൻ്റെ പ്രതിമ, അതുപോലെ തന്നെ മറ്റ് കൃഷ്ണൻ്റെ ഒക്കെ പ്രതിമ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആന, അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള പ്രതിമകളുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും വിൽപ്പനയ്ക്കുള്ളത് സാധാരണ നിലക്കടലയാണ്. അതായത് പാകമായി വിളവെടുത്തിട്ട് നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ആ ഒരു ഇതാണ് പച്ച നിലക്കടലയാണുള്ളത്. അപ്പോൾ അതിന് പുറമേ ഉള്ളതെന്ന് വെച്ചാൽ പുഴുങ്ങിയതുണ്ട്, അതുപോലെ തന്നെ ചുട്ടതുണ്ട്.
അപ്പം പുഴുങ്ങിയത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, അവർ തുടക്കെ പൊളിച്ചിട്ട് നല്ല മസാലയൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നത്. തോടവടിയുണ്ട്, അത് രണ്ട് ഇങ്ങനെ ആവിക്ക് വെച്ച് പുഴുങ്ങുക, വെള്ളത്തിൽ പുഴുങ്ങുക, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലും പുഴുങ്ങുന്നതുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുള്ളതാണ്, അത് ഓടോടെ ചുട്ടിട്ടുള്ളത്. അപ്പോൾ അതും വേറെ തന്നെ ഒരു ടേസ്റ്റാണിത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കടലയിലും വ്യത്യസ്തതരമായ വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില നമുക്ക് പീടികയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലത് ഉരുണ്ട ഷേപ്പായിരിക്കും, ചിലത് നീണ്ടതായിരിക്കും. അതുപോലെ തന്നെ ചില ഈ നിലക്കടലിനകത്ത്, അതായത് തോടോടെ ഉള്ളതിൻ്റെ അകത്ത് 3-4 മണികളുണ്ടാവും, അതുപോലെ തന്നെ ഒന്ന് മാത്രമുള്ളതുണ്ടാവും, അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതൊക്കെ വിവിധതരം വെറൈറ്റീസിൻ്റെ ഇതിൽ വരുന്നതാണ്, അതാണ് ഇങ്ങനെ മാറ്റം കാണുന്നത്. അപ്പം ഞാനൊക്കെ വിചാരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും വളം ചെയ്യുന്നതുകൊണ്ടാണ് ഈ നല്ല രീതിയിൽ വലുതായിട്ട് വരുന്നതെന്നും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഈ നിലക്കടല ഉത്സവത്തിന് വരുന്നതിലൂടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള നിലക്കടലകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അവർ വിവിധ തരത്തിൽ പാകം ചെയ്യാത്തത് പലതരത്തിൽ പാകം ചെയ്തത്, അതായത് ആവിക്ക് വെച്ചത്, അതിനെ ചുട്ടത്, പിന്നെ വറുത്തത്, ഈ ആവിക്ക് വെച്ചതിൻ്റെ അകത്ത് തന്നെ മസാല ആഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് വെറൈറ്റീസ് കിട്ടും ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ തോടോടെ തന്നെ നമുക്ക് വാങ്ങുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ടുള്ളതൊക്കെ വാങ്ങാൻ പറ്റും. അതിന് പുറമേ ആയിട്ട് നമുക്കിവിടെ കുറച്ച് മറ്റു സ്റ്റാളുകൾ, അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ മറ്റ് സ്റ്റാളുകൾ, പിന്നെ ഫുഡ് സ്റ്റാൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിന് പുറമെ വേറെ അങ്ങനെ ഡിഫറെൻ്റായിട്ട് ഒന്നും നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് മൊത്തത്തിൽ ഈ ഒരു കടലക്ക ഉത്സവത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലായിടത്തും ഇപ്പം ഉത്സവങ്ങളിലും മറ്റെവിടെയായാലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന നന്നായൊരു ലൈറ്റ് വെച്ചിട്ടുള്ള ബൾബ്. പിന്നെ ഇവിടെ നമുക്ക് നല്ല ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രെയിം ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തൽക്കാലം മടങ്ങുകയാണ്. രാത്രി ലേറ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പച്ചമാങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചാൽ പിന്നെ നമ്മൾ ഇങ്ങനെ പണിക്കാണ്ട് പോവുക. അപ്പോൾ കുറച്ച് വെറൈറ്റി കടലയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ മടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.